ഹലോ, ഇന്ന് നമുക്ക് യൂണിക്കോൺ തീമിൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് കളർ പേപ്പേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള പേപ്പേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ യൂണിക്കോൺ തീമിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പേപ്പർ സ്കൈൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരേ അളവിൽ 2 കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെടുകെ മടക്കുമ്പോൾ ഒരു സ്കൈലിൻ്റെ വീതിയിൽ കിട്ടണം. അപ്പോൾ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൽ ഒരു പീസ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മറ്റെന്തെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഇനി എന്താ, നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 പേപ്പേഴ്സും തമ്മിൽ ഗ്ലൂ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ പേപ്പർ സ്കൈലിൻ്റെ അളവിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മെഷർമെൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പെൻസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേ മാർക്ക് ചെയ്തു, അതുപോലെ നമ്പേഴ്സൊക്കെ എഴുതി കൊടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് ക്യൂട്ടാക്കാനായിട്ട് നമ്മളിവിടെ യൂണിക്കോണൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് അത്രയ്ക്കൊക്കെ നീറ്റായിട്ടൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. പിന്നെ ക്യൂട്ടാക്കാനായിട്ട് കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൈലിൻ്റെ ഒരറ്റത്തുനിന്ന് കട്ട് ചെയ്ത ആ ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം. യൂണിക്കോൺ തീമിൽ വരുന്ന കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി പേപ്പറിൻ്റെ ഒരറ്റം മാത്രം ഇതുപോലെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മളിത് മുകളിലായിട്ട് ഒരു ചെറിയ പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ ചെയ്ത് വെച്ച ആ ഒരു ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ നോട്ട്ബുക്കിന് ഒരു കവർ പേജ് വേണ്ടേ, അതിനായിട്ടൊരു ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട, നേരിട്ട് തന്നെ ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ക്യൂട്ടാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വലിയ നോട്ട് ബുക്ക് കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 100 പേജിൻ്റെ നോട്ട് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി 2 കളർ പേപ്പേഴ്സ് എടുത്തിട്ട് അരികുവശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ നോട്ട് ബുക്ക് കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ നോട്ട് ബുക്കിനൊക്കെ കവർ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു നോട്ട് ബുക്കിനെ കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് പേജ് ഈ ഒരു കവറുമായിട്ട് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നോട്ട് ബുക്കിൻ്റെ കവറിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു യൂണിക്കോൺ പിക്ചർ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്തതാണേ. സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഒത്തിരി പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് വരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കയ്യിലുള്ള ചെറിയ യൂണിക്കോൺ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസാണ് വരച്ചിട്ടുള്ളത്. നമ്മുടെ യൂണിക്കോൺ നോട്ട്ബുക്ക് അങ്ങനെ റെഡിയായി. ഇനി എന്താ, നോട്ട്ബുക്ക് മാത്രം പോരല്ലോ, എഴുതാനായിട്ട് ഒരു പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാനിവിടെ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കളർ പേപ്പേഴ്സ് റിബൺ പോലെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു റിബൺ നമ്മുടെ പെൻസിലിലേക്ക് ഇതുപോലെ റോൾ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു പേപ്പർ റോൾ ചെയ്ത് ഒട്ടിച്ച ശേഷം അടുത്ത പേപ്പറും അതിന് മുകളിലായിട്ട് ഇതുപോലെ 2 കളറും പുറത്ത് കാണുന്ന രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. പെൻസിലിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. ഇനി മറ്റൊരു പേപ്പർ എടുക്കുക, അത് ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കുക. അധികം ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്യേണ്ട, നമുക്കിതിങ്ങനെ പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മുടെ പെൻസിലിന് ഇത്തിരി കൂടി ക്യൂട്ടാക്കാനായിട്ട് നമ്മൾ ഇതിലേക്കായിട്ട് ഒരു യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു റബ്ബർ കൂടി എടുത്തിട്ടുണ്ട്. റബ്ബറിന് നമ്മൾ ചെറുതായിട്ടൊരു വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു കവറിന് പുറത്തുകൂടി കളർ പേപ്പേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. 2 പേപ്പർ നമ്മൾ ജോയിൻ ചെയ്ത് ഒട്ടിച്ചതാണ്. ഇതിന് ശേഷം നമ്മൾ യൂണിക്കോണിൻ്റെ ഒരു കണ്ണ് മാത്രം അതിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഒരു യൂണിക്കോൺ പിക്ചറാട്ടോ ഇത്. അപ്പോൾ അതുമാത്രം അങ്ങ് വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അതുകൊണ്ടൊരു കുഞ്ഞു കീ ചെയിൻ കൂടി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു.
അതിന് മുകളിലേക്കായിട്ടൊരു ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിക്ചറിനെ ഒരു കട്ടിയുള്ള പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എല്ലാ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.